ഇത് എൻ്റെ അമ്മയുടെ നാടാണ്. അച്ഛൻ്റെ നാട് പുന്നയൂർക്കുളം അടുത്ത് ഞമനേക്കാട് എന്ന് പറയും. അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു അമ്മയുടെ ജോലി. അപ്പം ഞാൻ അധികം വളർന്നത് അമ്മാവന്മാരുടെ കൂടെയാണ്. ഈ മൂന്ന് അമ്മാവന്മാരാണ് എനിക്കുണ്ടായിരുന്നത്. ഒന്ന് വിജയരാഘവൻ, ചന്ദ്രശേഖരൻ, വേലായുധൻ. ഇവർ മൂന്ന് പേരും വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. അത് ഈ അവരുടെ വലിയ മഹൽ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തി എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. ഇവർ ഇളയമ്മാവിന് ഏതാണ്ട് എന്നെക്കാളും ഒരു 2-4 വയസ്സ് മൂപ്പുണ്ടായിരുന്നു. അയാൾ എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരനായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ടാണ് വാസ്തവത്തിൽ ഈ ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളായിരുന്നു എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ചങ്ങമ്പുഴയുടെ പല കവിതകളിൽ തന്നെ ഇതുപോലെ തന്നെ ഈ ഇപ്പോൾ 2 തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, പായസം നേരുകിൽ കൂസാതെ പാപിയിൽ കൂറുകാട്ടും ദൈവം എന്തു ദൈവം, അങ്ങനെയുള്ള ഈ നിരീശ്വരവാദപരമായിട്ടുള്ള പല സംഗതികളും അതൊക്കെ വളരെ കൊച്ചായിരിക്കുമ്പോൾ അമ്മാവൻ അങ്ങനെ പറഞ്ഞിരുന്നില്ല. മൂത്ത അമ്മാവൻ അദ്ദേഹം വളരെ ഭക്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു ഹിന്ദി അധ്യാപകനായിരുന്നു ഹൈസ്കൂളിൽ. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾക്ക് പറഞ്ഞു തരാം ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലേണ്ടത്, ദേവി സഹസ്രനാമം ചൊല്ലേണ്ടത്, അതുപോലെ ഭാഗവതത്തിലെ കഥകൾ, രാമായണ കഥകൾ, മഹാഭാരതത്തിലെ കഥകൾ, അങ്ങനെയൊക്കെ പറഞ്ഞു തരിക. അപ്പോൾ ഈ 2 അമ്മാവന്മാരും ഒരേപോലെ സ്നേഹമുള്ള ആൾക്കാരായിരുന്നു, ഒരേപോലെ നമ്മളിഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വളരെ വിരുദ്ധമായിട്ടുള്ള ഒന്ന് ഭൗതികവാദമാണ്, ഒന്ന് ആത്മീയവാദമാണ്. ഇത് രണ്ടും എന്നിൽ ഒരുപോലെ സ്വാധീനം ചെലുത്തി. ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന, ആധ്യാത്മികതയ്ക്കും മാർക്സിസത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു റൊമാൻറ്റിക്കാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മൂത്തമ്മാവൻ വേലായുധൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രധാനമായിട്ടും ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക, എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, ലോക കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു നാട്ടുകാര്യസ്ഥനും നാട്ടുമധ്യസ്ഥൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവർ 3 പേരും ഒരു തരത്തിലല്ലെങ്കിലും മറ്റൊരു തരത്തിൽ എൻ്റെ ഒരു വ്യക്തി ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. അമ്മയും അച്ഛനും ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരു തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ഒരാളായി ഞാൻ വളർന്നില്ല എന്നുള്ള കാരണത്താൽ ശിക്ഷിക്കുമായിരുന്നു. അച്ഛനും അമ്മയും ഒരുപോലെ തന്നെ മിക്കവാറും അമ്മയുടെ കയ്യിൽ നിന്ന് എൻ്റെ ഞാനൊരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വരയ്ക്കും ഒരു ദിവസം പോലും ചീത്ത കേൾക്കാത്തതോ അടി കിട്ടാത്തതായിട്ടുള്ള ദിവസം ഉണ്ടായിരുന്നില്ല. അവരുടെ ആഗ്രഹങ്ങളോട് ഒരിക്കലും നീതി പുലർത്താൻ പറ്റാത്ത ഒരു ജീവിതമായിരുന്നു ഞാൻ ജീവിച്ചത്. ഈ അവസാന കാലം വരെ അച്ഛൻ മരിക്കുന്നവരെയും അമ്മ മരിക്കുന്നവരെയും അവർക്ക് എന്നെ പറ്റിയിട്ട് പരാതിയും വിഷമങ്ങളും വ്യാകുലതകളും ദുഃഖവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് 1977 ആ കാലത്തൊന്നും ഈ സിനിമയിലെ ഈ അഭിനയത്തിനോട് പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ഒരു ശേഷിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. CV ശ്രീരാമൻ വല്യമ്മയുടെ മകനാണ്. അപ്പോൾ അദ്ദേഹം അരവിന്ദനും ഡയറക്ടർ അരവിന്ദനൊക്കെ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. അക്കാലത്ത് അരവിന്ദൻ താമസിച്ചിരുന്നത് കോഴിക്കോടാണ്, ഉത്തരായണമൊക്കെ എടുക്കുന്ന സമയത്ത്. അങ്ങനെ അവിടെ CV ശ്രീരാമൻ്റെ കൂടെയൊക്കെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ നടക്കും. അതിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ വെച്ചാണ് അരവിന്ദൻ എന്നെ കാണുന്നതും. അദ്ദേഹത്തിനൊരു സിനിമയുടെ പരിപാടിയുണ്ട്, അപ്പോൾ അതിനകത്ത് വരണം, അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ വാസ്തവത്തിൽ എനിക്കതിലൊരു വല്ലാത്തൊരു ഭയമാണ് തോന്നിയത്. കാരണം അഭിനയിക്കാനൊന്നും അറിയില്ല, അഭിനയിക്കാൻ താല്പര്യമില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു റിസ്കിന് തയ്യാറാവുന്നത് തോന്നിയിട്ട് ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും വളരെ നിർബന്ധം വീണ്ടും അവിടെ ചെല്ലാൻ പറഞ്ഞു. പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വിളിക്കുന്നതെന്ന് ഞാൻ CV ശ്രീരാമനോട് ചോദിച്ചു. അപ്പോൾ അങ്ങേര് പറഞ്ഞു അന്ന് മെലിഞ്ഞ് ഉയരമുള്ള ഒരു രൂപമായിരുന്നു, മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളെയാണ് ആവശ്യം ഉത്തരായണത്തിലെ പ്രധാന ക്യാരക്ടറായിട്ട്, അതുകൊണ്ട് എന്തായാലും പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് യാതൊരു കാരണവശാലും ഇതിൽ നിന്ന് ഒഴിവാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ മുടി നീട്ടി വളർത്തിയതൊക്കെയാണ് ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ മുടി വടിച്ചു കളഞ്ഞാൽ രക്ഷപ്പെടുമോ എന്നുള്ളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഷൂട്ടിങ്ങിൻ്റെ അടുത്ത് വെച്ചിട്ട് മുടി കംപ്ലീറ്റ് മുട്ടയടിച്ചു. ആ ഒരു സംഗതിയെ പറ്റിയിട്ട് നമ്പൂതിരി അരവിന്ദനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ, അരവിന്ദൻ്റെ കലയും ദർശനവും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം
അതായത് പിന്നെ 77 ഉത്തരായണം കഴിഞ്ഞു, കാഞ്ചന സീത കഴിഞ്ഞു. ആ ഒരു പീരീഡ് ആയപ്പോഴേക്കും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള KN ശശിധരൻ, KR മോഹനൻ, പിന്നെ പുതിയ സിനിമയുടെ പുതിയ പല വാർത്തകളും അല്ലെങ്കിൽ അതിൽ ഒരുപാട് കമ്പം കയറിയിട്ടുള്ള പവിത്രൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ആയിട്ടുള്ള സൗഹൃദങ്ങൾ. അങ്ങനെയാണ് വീണ്ടും അരവിന്ദൻ ഈ തമ്പലിക്ക് വേണ്ടി ക്ഷണിക്കുന്നത്. തമ്പലിക്ക് ക്ഷണിച്ചിട്ട് അതിൽ ചെറിയൊരു പമ്പ് ഹൗസ് ഓപ്പറേറ്ററെ ഒരു വേഷമാണ് ചെയ്തത്. ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷവും വാസ്തവത്തിൽ ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു താല്പര്യം വളരെ ഉത്കടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഈ സിനിമക്കാരായിട്ടുള്ള ആൾക്കാർ, ഈ പറഞ്ഞ കൂട്ടത്തിൽ പവിത്രനും TV ചന്ദ്രൻ, KK ചന്ദ്രൻ, പടിയൻ, കമലിൻ്റെയൊക്കെ അമ്മാവനായിട്ടുള്ളൊരു പടിയൻ ഉണ്ടായിരുന്നു, ത്രാസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയൊക്കെ ചെയ്തിട്ടുള്ള പടിയൻ, ദിവാകര മേനോൻ, ജോൺ അബ്രഹാം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ വീട്ടിൽ ഇവിടെ വരികയും അവരെ അടുത്ത് നമ്മൾ പോവുകയും അവരുമായിട്ടുള്ള യാത്രകളും അവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ വീണ്ടും ഈ സിനിമയിലേക്ക് തന്നെ കൂടുതൽ നമ്മളെ കൊണ്ടുവരികയുണ്ടായത്. അപ്പോൾ ആ സിനിമയോടുള്ള ഒരു അകൽച്ച മാറിയെന്ന് മാത്രമല്ല, കൂടുതലൊരു അടുപ്പം തോന്നുകയും സിനിമയിലെ എങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ സിനിമയുടെ ഒരു ആകർഷണ വലയത്തിൽ ആയിപ്പോയതുകൊണ്ട് സിനിമയിൽ നിൽക്കണം, സിനിമയോട് അടുത്ത് നിൽക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടായി. അത് ഈ ഒരു അഭിനേതാവായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലയ്ക്കൊന്നുമല്ലായിരുന്നു. എന്തായാലും അതങ്ങനെ പോയി. പിന്നെ വിവാഹം കഴിഞ്ഞു, ഗൾഫിൽ പോയി, വീണ്ടും തിരിച്ചു വന്നപ്പോഴാണ് ഈ KN ശശിധരൻ്റെ കാണാതായ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിം ഉണ്ടാകുന്നത്. ആ ഫിലിമിൽ അഭിനയിച്ചപ്പോൾ അതിൽ മമ്മൂട്ടി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു എക്സസൈസ് എന്നുള്ള നിലയ്ക്ക് അത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നൊരു കാര്യം അത്ര വലിയ ഒരു ക്ലേശകരമായിട്ടുള്ളൊരു കാര്യമല്ല, ഏതൊരാൾക്കും ഒന്ന് ശ്രമിച്ചാൽ സാധിക്കുന്നതാണെന്നുള്ളത് മനസ്സിലായി. പിന്നെയും കുറേ കാലം ഗ്യാപ്പുണ്ടായി. പിന്നെയാണ് ഈ പവിത്രൻ്റെ ഉപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ വരുന്നത്. ആ സിനിമ, അതായത് കുന്നംകുളത്ത് തന്നെയുള്ള, ഇവിടെ തന്നെയുള്ള, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ഒരു പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു കഥയൊക്കെ. ആ ഒരു സിനിമയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു വർഷത്തോളമാണ് ആ സിനിമയുടെ ഒരു ഡിസ്കഷനൊക്കെ നടന്നത്. അതിലപ്പോൾ അങ്ങനെ സിനിമയിൽ ഡിസ്കഷനൊക്കെ നടന്നു, അതിൻ്റെ സ്റ്റാർ കാസ്റ്റ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ്. പക്ഷേ ഒരു അന്ന് അതുവരെ അഭിനയിച്ചിരുന്ന പ്രൊഫഷണലായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ ആ യൂണിറ്റിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഇപ്പോൾ PT കുഞ്ഞഹമ്മദിൻ്റെ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു, പ്രജാപുരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട് അദ്ദേഹത്തിന്, ആ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു സിനിമയുടെ ചർച്ചകളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ കുഞ്ഞഹമ്മദിനോട് പറഞ്ഞു, നീ തന്നെ അതിൻ്റെ ഒരു നായകനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. കുഞ്ഞഹമ്മദിന് അതിനു മുൻപ് അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ്. കുഞ്ഞഹമ്മദ് അതിന് തയ്യാറാവുന്നു, ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിലൊരു റിലീജിയസ് ആയിട്ടുള്ളൊരു ഖാസി, അതായത് ഒരു മുസ്ലിയാരുടെ ഒരു റോളുണ്ട്, അത് അഭിനയിക്കാൻ പറഞ്ഞു. ഞാനും സ്വാഭാവികമായിട്ട് എനിക്കതിലൊരു അഭിനയം, കാരണം എല്ലാവരും തമ്മിൽ അറിയുന്ന ആൾക്കാരാണ്, നമ്മൾ ഒരു വർഷമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ ഒരു ശങ്കയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സിനിമ ഫാസിൽ കാണുകയും ഫാസിലിന് വളരെയധികം എൻ്റെ ഒരു ക്യാരക്ടർ ഇഷ്ടമായിട്ട് ഫാസിലാണ് പിന്നെ ഈ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത്. ഞാൻ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണത്. അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഏതാണ്ട് 1000-ൽ കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു. ഒരു മലയാളം മീഡിയം സാധാരണ സ്കൂളാണ്. ഇന്ന് ഈ സ്കൂളിൽ മൊത്തം ഒരു 300 കുട്ടികളിൽ കൂടുതലുണ്ടായിരിക്കില്ല. മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് വന്നു. അതുപോലുള്ള വിദ്യാലയങ്ങളിലേക്ക് മാത്രമേ കുട്ടികൾ പോകുന്നുള്ളൂ. ആ കാലത്തെ ഒരു ഓർമ്മയിൽ വാസ്തവത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ദുഃഖം തോന്നുന്നുണ്ട്. ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതെ എത്രയോ രക്ഷിതാക്കൾ അന്ന് വിഷമിക്കുന്നതും നിരാശപ്പെടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഇത്തരം സ്കൂളുകളിലൊന്നും കുട്ടികൾ വരുന്നില്ല, അവരെ കൊണ്ടുവന്ന് ആരും ചേർക്കുന്നില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഒരു ചെറുപ്പത്തിൻ്റെ ഒരു വലിയ തോതിലെങ്കിലും നമ്മൾ ഈ സ്കൂളിലത്തെ വിദ്യാഭ്യാസം, ഇവിടുത്തെ സുഹൃത്തുക്കൾ, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നത്. ഇത് എൻ്റെ സ്നേഹിതനാണ് മുഹമ്മദ് കുട്ടി, 8ാം തറ മുഹമ്മദ് കുട്ടി എന്ന് പറയും. എന്നെക്കാളും പ്രായം കുറച്ച് കൂടുതലാകുന്നു, കുറച്ച് കൂടുതലാണ്. 2-3 ക്ലാസ് സീനിയറാണ്. അപ്പം മുഹമ്മദ് കുട്ടിയാണ് വാസ്തവത്തിൽ ഈ കഥകൾ പറയാനുള്ള ഒരു
ഒരു ടെൻഡൻസി ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള പഴയ ആൾക്കാരെ പറ്റിയിട്ടുള്ള കഥകൾ ഈ നമ്മൾക്ക് ഇല്ലാത്ത ഒരു തരത്തിൽ നമ്മൾ കാണാത്ത ഒരു തരത്തിൽ ഈ ഓരോ ആൾക്കാരെ പറ്റിയിട്ടും ഈ കഥകൾ പറയുക, ചിലപ്പോൾ കുറച്ച് ചമൽക്കാരങ്ങളും പൊടിപ്പുന്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഓരോ സംഭവങ്ങൾ നമ്മൾ അറിയാത്ത രീതിയിൽ ഈ നമ്മൾക്ക് ചുറ്റിലുള്ള ആൾക്കാരിൽ തന്നെ വലിയ കഥകളുണ്ടെന്നും അവർക്ക് വലിയ ചരിത്രമുണ്ടെന്നും അത് പറഞ്ഞു വരുമ്പോഴും മറ്റ് ഈ ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആയാലും ശരി, തകഴിയുടെ ആയാലും ശരി, അതുപോലുള്ള കഥയിലെ കഥാപാത്രങ്ങളോളം തന്നെ വലുപ്പമുള്ള കഥാപാത്രങ്ങൾ ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെ ചുറ്റിലും ഉണ്ടെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി തന്ന ഒരു സുഹൃത്താണ് മുഹമ്മദ് കുട്ടി. സുഹൃത്തുക്കൾ ഒരാളാണ്. മുഹമ്മദ് കുട്ടി ഇപ്പോൾ ഗൾഫിലാണ്. ഗൾഫിൽ പോയിട്ട് അവിടെ കഥ പറയാൻ ആൾക്കാരുണ്ടാവും. അതിൻ്റെ പല കമ്പനികളുണ്ട്. അത് കേൾക്കാനും പഴയ കഥകളൊക്കെ നമ്മൾ അവതരിപ്പിക്കുക. അതിപ്പോൾ സിനിമയായി വരുന്നുണ്ട്. ഇതെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. അല്ല, ഈ പഴയ കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥകളല്ല, അതിൻ്റെ ഒറിജിനൽ ആൾക്കാരെ പറ്റിയിട്ടുള്ള ലെക്ചറായിട്ട് പറയുമ്പോൾ അത് വളരെയധികം. പണ്ട് വീട്ടിലൊക്കെ കിടന്നിട്ട് ഈ മോമൂട്ടറെ വീട്ടിൽ ഞാനൊരു 6 മണി ആയി കഴിഞ്ഞാൽ മോമൂട്ടറെ വീട്ടിൽ പോകും. നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്നത് ഏതാണ്ട് പിറ്റേ ദിവസമാണ്. ഏതാണ്ട് രാത്രി മുഴുവനും കഥ പറയുന്ന ഇതായിരിക്കും. രാത്രി മുഴുവനും ഇരുന്നിട്ട് രാത്രി ആ നാട്ടിലും പരിസരത്തുള്ള ഓരോ ആൾക്കാരെ പറ്റിയിട്ടുള്ള അവരുടെ ചരിത്രങ്ങളും അവർ ചെയ്ത പൂർവിക കഥകൾ. അതായത് ഇപ്പോൾ നാട്ടിൽ മിക്കവാറും ഞങ്ങൾക്ക് മുൻപുള്ള തലമുറയെ പറ്റിയിട്ട് എല്ലാം അവരുടെ കഥകളൊക്കെ മമ്മൂട്ടിക്ക് വളരെ ഹൃദിസ്ഥമാണ്. അപ്പോൾ പൂർവികരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പൂർവ്വ പിതാമഹന്മാരെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൽബ് സന്തോഷം, പിന്നെ പത്തായ മുസ്ലിം, സെയ്ദ് അലി, അങ്ങനെ പല ആൾക്കാരെ പറ്റിയിട്ട് അവരൊക്കെ പിൽക്കാലത്ത് ഇപ്പോൾ ഈ വേറിട്ട കാഴ്ചകൾക്കൊക്കെ വളരെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി ഇങ്ങനെ നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരെ വലിയ വലിയ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ ചാരുതയിൽ നിന്നാണ് നമുക്ക് ഇവരെ കൊണ്ട് തന്നെ വലിയ കഥകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇവർ തന്നെ വലിയ ഒരു ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ടുള്ള ഭാഗം അഭിനയിക്കുന്നവരാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കി തന്നത് മമ്മൂട്ടിയാണ്.